വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണല്ലോ നാം ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ജൂബിലിയുടെ ഒരു പശ്ചാത്തലത്തിൽ കായിക താരങ്ങളോട്, അതിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് മാർപ്പാപ്പ നൽകിയ സന്ദേശമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇന്ന് സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് പല കോൺഗ്രിഗേഷനിൽപ്പെട്ട ആളുകൾ പല അവസരങ്ങളിൽ പരിശുദ്ധ പിതാവിൻ്റെ അടുക്കൽ സന്ദേശത്തിനായി ഒത്തുകൂടിയപ്പോൾ മാർപ്പാപ്പ നൽകിയ ആ സന്ദേശം പൊതുവായി ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ പ്രോഗ്രാം അനേകം സിസ്റ്റേഴ്സ് മഠങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ഇത് പ്രചോദനകരമായ ഒരു സന്ദേശമാണ്. പരിശുദ്ധ പിതാവ് തുടങ്ങിയത് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. അവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. അവരെ അഭിസംബോധന ചെയ്തു, പ്രിയ സഹോദരിമാരെ. ഒപ്പം വലിയ ഒരു സുപ്രഭാതം അവർക്ക് ആശംസിക്കുകയും ചെയ്തു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മാർപ്പാപ്പ ഹൃദയംഗമമായി അവതരിപ്പിച്ചു. ചിലരെ ജനറൽ ചാപ്റ്റർ, അവരുടെ കോൺഗ്രിഗേഷൻ്റെ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുക്കാൻ വന്നവരാണ്. അവർ മാർപ്പാപ്പയുമായി നടത്തിയ ഓഡിയൻസിലാണ് സന്ദേശം നൽകിയത്. മറ്റുള്ളവർ ജൂബിലി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി വന്നവരാണ്. ജൂബിലി വർഷമായിരുന്നു കഴിഞ്ഞ കൊല്ലം, നമുക്കറിയാമല്ലോ. 2025 മുഖ്യമായും ജൂബിലിയുടെ ഒരു വർഷമായിരുന്നു. ധാരാളം പേർ അവിടെ പങ്കെടുത്തു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, 3,35,00,000 ആളുകളാണ് ബസിലിക്കകളിൽ സന്ദർശിച്ചത്, വിശുദ്ധ കവാടങ്ങൾ കടന്നത്. കർത്താവിനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി ആണത് കണ്ടിരിക്കുന്നത്. കർത്താവിനെ നവമായി കണ്ടെത്തലാണ്. പിന്നെ മറ്റുള്ളവർ പത്രോസിൻ്റെ കബറിടത്തിലേക്ക് വന്നവരാണ്. പ്രത്യേകിച്ച് ജൂബിലിയുടെ ഒരു പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ വന്നത് കർത്താവിനോടുള്ള സ്നേഹവും സഭയോടുള്ള വിശ്വസ്തതയും പുതുക്കുവാനാണ് എന്ന് എനിക്കറിയാം. അതാണ് അവിടെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. നിങ്ങളുടെ സന്യാസിനി സമൂഹങ്ങൾ വ്യത്യസ്ത കാലത്തും സാഹചര്യങ്ങളിലുമാണ് സ്ഥാപിതമായത്. അതാണല്ലോ ഓരോ സഭയെന്ന് പറയത്തില്ല, സന്യാസ സമൂഹവും സ്ഥാപിതമാകുന്നത് വ്യത്യസ്ത കാലഘട്ടത്തിലാണ്. മഹാനായ വിശുദ്ധ ബേസിലിൻ്റെ സഭയിലെ സഹോദരികൾ, ആ പേരിൽ വിശുദ്ധ ബേസിലിൻ്റെ നാമത്തിലുള്ള സഹോദരിമാരുണ്ട്. ആ സമൂഹത്തിൻ്റെ പേര് ബേസിലാണ്. അതിൻ്റെ ഒരു ചൈതന്യമായി നിൽക്കുന്നത്. ദൈവിക ഉപവിയുടെ പുത്രിമാർ, അവരെ വിളിക്കുന്നത് അങ്ങനെയാണ്. അമ്പാരോ അഗസ്റ്റീനിയൻ സഹോദരിമാർ, അഗസ്റ്റിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന സഹോദരിമാർ. തിരുഹൃദയത്തിൻ്റെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ. ഇങ്ങനെ 3-4 കൂട്ടരാണ്. പ്രത്യേകിച്ച് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ സംസാരിച്ചത്. തിരുഹൃദയത്തിൻ്റെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ. അപ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു ചൈതന്യം, കാരിസം അവർക്കെല്ലാം ഉണ്ട്. എങ്കിലും മാർപ്പാപ്പ പറയാൻ, നിങ്ങളുടെ ചരിത്രം ആത്മീയതയുടെ ഒരു പൊതുധാര പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ആത്മീയ പാരമ്പര്യം, പൊതുവായിട്ടുള്ളൊരു പാരമ്പര്യം പങ്കുവയ്ക്കുന്നതുണ്ട്. അത് ആത്മീയ ജീവിതത്തിൻ്റെ മഹത്തായ ചരിത്ര സാക്ഷികളായ, നമുക്കറിയാം ഈ ആത്മീയ ജീവിതത്തിൻ്റെ മഹത്തായ ചരിത്ര സാക്ഷികൾ, അത് കെട്ടുകഥയല്ല, ചരിത്രപരമാണ്. അഗസ്റ്റിൻ, ബേസിൽ, ഫ്രാൻസിസ് എന്നിവരുടെ വെളിച്ചത്തിൽ കാണാൻ കഴിയും. അവരുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ത്യാഗജീവിതം, ഇവരുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ കാണുന്ന മൂല്യങ്ങളാണ്. ധൈര്യം, വിശുദ്ധ ജീവിതം എന്നിവ നിങ്ങളുടെ സ്ഥാപകരെ മറ്റുള്ളവരെ സേവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ വളർത്തിയെടുക്കുവാൻ പ്രേരിപ്പിച്ചു. അപ്പം ഓരോ കോൺഗ്രിഗേഷൻ്റെയും സ്ഥാപകർ, നമുക്കറിയാം അഗസ്റ്റിനല്ല അവരുടെ സ്ഥാപകൻ. വ്യത്യസ്ത കാലഘട്ടത്തിൽ
അഗസ്റ്റിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട വ്യക്തികളാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സമൂഹം തുടങ്ങാൻ പരിശുദ്ധാത്മാവിനാൽ ഇടയായത് എന്നതാണ് ഓർക്കേണ്ടത്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ചും നിങ്ങൾ അതീവ ദുർബലർക്ക് നൽകുന്ന പരിചരണത്തിലൂടെ ആണ് ചില ആളുകൾ, ചില കോൺഗ്രിഗേഷനുകൾ തങ്ങളുടെ സേവനം തുടരുന്നത്. കുഞ്ഞുങ്ങൾ, ദരിദ്ര ബാലികാ ബാലന്മാർ, അനാഥർ, അഭയാർത്ഥികൾ, കൂടാതെ ഈ അടുത്ത കാലത്തായി വയോധികരും രോഗികളുമായവർ, അതുപോലെയുള്ള മറ്റനേക ഉപവി ശുശ്രൂഷകളിലൂടെയാണ് നിങ്ങൾ ഈ കാരിസം, ഈ പൊതുധാരയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്ന് മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. ഭൂതകാലത്തിൻ്റെ വെല്ലുവിളികൾ അതുണ്ട് അന്ന്, അതുപോലെ തന്നെ വർത്തമാനകാലത്തിൻ്റെ ഊർജ്ജസ്വലത എന്നിവയോടുള്ള നിങ്ങളുടെ പ്രതികരണം സുവിശേഷത്തിൻ്റെ പുരാതന ജ്ഞാനത്തോടുള്ള വിശ്വസ്തത പ്രകടമാക്കുന്നുണ്ട്. അപ്പം സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷം കാലാനുസൃതമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, ഭൂതകാലത്തിൻ്റെ വെല്ലുവിളികൾ നമ്മൾ മനസ്സിലാക്കണം, വർത്തമാനകാലത്തിൻ്റെ ഊർജ്ജസ്വലതയും നിങ്ങൾ കണക്കിലെടുക്കണം എന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആത്മദാനത്തിൻ്റെ പുതിയ പാതകൾ ഏറ്റെടുക്കാനും കാലത്തിൻ്റെ അടയാളങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ പ്രതിബദ്ധരാകാനും അങ്ങനെ മുന്നോട്ട് പോകാനും സഹായിക്കുന്ന മികച്ച ഒരു വഴിയാണിത് എന്ന് മാർപ്പാപ്പ അവരോട് പറയുകയാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ സന്യാസ സമൂഹങ്ങൾ ആത്മദാനത്തിൻ്റെ, സ്വയം അർപ്പിക്കുന്നതിൻ്റെ പുതിയ പാതകൾ ഏറ്റെടുക്കണം. അത് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മോട് പറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിൽ 4-ാം നമ്പറിൽ അതിൻ്റെ 11-ാം ഖണ്ഡികയിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പുലർത്തിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഏതൊരു സന്യാസ സമൂഹവും മുന്നോട്ട് പോകേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അത് ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ പ്രതിബദ്ധരായി തന്നെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അതാണ് ഇതിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃതജ്ഞത പറയാൻ മാർപ്പാപ്പയ്ക്ക് വാക്കുകളില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപവിക്കായി സമർപ്പിതമായിരിക്കുന്ന സന്യാസ സ്ഥാപനങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് സന്യാസത്തെക്കുറിച്ചുള്ള ഡിഗ്രിയാണ്. അതിൻ്റെ 8-ാം നമ്പറാണ് ഉദ്ധരിക്കുന്നത്. അത് ഞാൻ വായിക്കാം. അംഗങ്ങളുടെ സന്യാസ ജീവിതം പൂർണ്ണമായും അപ്പസ്തോലിക ചൈതന്യത്താലും എല്ലാ അപ്പസ്തോലിക പ്രവർത്തനങ്ങളും ആത്മീയ ചൈതന്യത്താലും പ്രേരിതമായിരിക്കണം എന്നത് പ്രധാന കാര്യമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നിങ്ങൾ അവർക്ക് അംഗങ്ങളുടെ സന്യാസ ജീവിതം പൂർണ്ണമായും അപ്പസ്തോലിക ചൈതന്യത്താലും എല്ലാ അപ്പസ്തോലിക പ്രവർത്തനങ്ങളും ആത്മീയ ചൈതന്യത്താലും, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരിതമായിരിക്കണം. എന്നാൽ അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുക, അവിടുത്തെ അംഗങ്ങളിൽ ക്രിസ്തുവിനെ തന്നെ ശുശ്രൂഷിക്കുക. നമ്മൾ പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ക്രിസ്തുവിന് തന്നെയാണ് അത് ചെയ്യുന്നത്. അവിടുന്നുമായി അടുത്ത ഐക്യത്തിലാവുക എന്നതാകണം നമ്മുടെ പ്രഥമ വിളി. അപ്പം സന്യാസത്തിലേക്കുള്ള വിളിയുടെ കാതൽ ഇതാണ്. സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഡിഗ്രി 8-ാം നമ്പറിൽ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. അവൻ ദരിദ്രർക്ക് വേണ്ടി നിലകൊണ്ടവനാണ്, രോഗികൾക്ക് വേണ്ടി നിലകൊണ്ടവനാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടവനാണ്, ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടി, അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടവനാണ്. അപ്പം ആ തരത്തിൽ സമൂഹത്തിൽ വേദനിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുക, അവിടുത്തെ അംഗങ്ങളിൽ ക്രിസ്തുവിനെ തന്നെ ശുശ്രൂഷിക്കുക. അപ്പോൾ ഇന്ന് ഇവരിലൂടെ ജീവിക്കുന്നത് ക്രിസ്തു തന്നെയാണ് എന്ന് ഓർക്കണം. എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നത് കർത്താവിൻ്റെ വാക്കുകളാണല്ലോ. അവിടുന്നുമായി അടുത്ത ഐക്യത്തിലൂടെ ജീവിക്കണം. അപ്പോൾ അതാണ് സന്യാസ വിളിയുടെ
കാതൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിനുള്ള പ്രാമുഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അഗസ്റ്റിനാണ് ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ദൈവത്തിനായിരിക്കണം, അതിൻ്റെ പ്രാമുഖ്യം ദൈവത്തിനായിരിക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അഗസ്റ്റീനിയൻ സഭയിൽപ്പെട്ട ആളാണ് മാർപ്പാപ്പ. അതുകൊണ്ട് സന്യാസത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ പറ്റുന്ന ആളാണ്. പ്രത്യേകിച്ച് അഗസ്റ്റിൻ്റെ ചിന്ത സ്വന്തമാക്കിയിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് എല്ലാ പ്രസംഗങ്ങളിലും അഗസ്റ്റീനിയൻ ചിന്ത, ആ ഒരു ജീനിയസ് നമുക്ക് പകർന്നു നൽകാൻ പരിശുദ്ധ പിതാവ് ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവമാണ് നിങ്ങളുടെ എല്ലാം. അത് അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പും ദാഹവും, ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും, ആ അർത്ഥത്തിലാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ ജീവജലം. നിങ്ങൾ ഇരുട്ടിലാണെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ ഒരിക്കലും മങ്ങാത്ത പ്രകാശം. നിങ്ങൾ നഗ്നനെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ നിത്യ വസ്ത്രം. അപ്പം നോക്കിക്കുക, ദൈവവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്കെല്ലാം ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ശാരീരികമായി ഇല്ലാത്ത ആളുകളുണ്ട്, ഭൗതികമായി ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്കും നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തെ കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ സൽപ്രവൃത്തികൾ, പരോപകാര പ്രവൃത്തികൾ ദൈവത്തെ നൽകുന്നില്ല, ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. യഥാർത്ഥ മാനസാന്തരം അവരിൽ വരുത്തുന്നില്ല. നമ്മുടെ ഉപവിയിൽ ഇതുണ്ടാകണം, അതിൻ്റെ ആത്മീയ മാനം ഇതാണ് എന്ന കാര്യം പരിശുദ്ധ പിതാവ് ഇവരെ എല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ സന്യാസികൾക്കും വളരെ കാര്യമായി നമ്മൾ പരിചിന്തിക്കേണ്ട കാര്യം തന്നെയാണിത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും നാം സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. മാർപ്പാപ്പ പറയുകയാണ്, നമ്മോട് തന്നെ ചോദിക്കണം, ഈ വാക്കുകൾ എനിക്ക് എത്രത്തോളം സത്യമാണ്? ജീവനോടും സ്നേഹത്തോടും പ്രകാശത്തോടുമുള്ള എൻ്റെ ദാഹം കർത്താവ് എത്രമാത്രം തൃപ്തിപ്പെടുത്തുന്നു? നോക്കിക്കേ, ഇവ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മാർപ്പാപ്പ പറയും, ഈ ചോദ്യം നമ്മൾ നിരന്തരം നമ്മോട് തന്നെ ചോദിക്കണം. മാത്രമല്ല, ക്രിസ്തുവിലുള്ള ഈ വേരുകളാണ് നമുക്ക് മുമ്പേ പോയവരെ, നമ്മെപ്പോലെയുള്ള അതേ ദാനങ്ങളും പരിമിതികളുമുള്ള സ്ത്രീ പുരുഷന്മാരെ ഒരിക്കലും സാധ്യമാകുമെന്ന് ചിന്തിക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്യിച്ചത് എന്നും മാർപ്പാപ്പ പറയുകയാണ്. ഈ ഒരു ചിന്തയാണ് അവരെ അത്ഭുതകരമായ രീതിയിൽ പ്രേക്ഷിത വേല ചെയ്യാൻ സഹായിച്ചത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അവർ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞത് ഈ ഒരു ചോദ്യം തങ്ങളോട് തന്നെ ചോദിച്ചത് കൊണ്ടാണ്. അപ്പോൾ നോക്കിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വേരുകൾ, അതാണ് വേര്. നൂറ്റാണ്ടുകളിലൂടെ ഭൂഖണ്ഡങ്ങളിൽ ഉടനീളം നിലനിൽക്കുന്ന നന്മയുടെ വിത്തുകൾ വിതയ്ക്കാൻ ഈ വേരുകൾ അവരെ പ്രാപ്തരാക്കി. ആ ഒരു ചിന്ത വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് അവരെ പ്രാപ്തരാക്കി. നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഇപ്പോൾ പ്രകടമാക്കുന്നത് പോലെ ലോകമെമ്പാടും അത് പ്രായോഗികമായി. അപ്പം അവിടെ ഒന്നിച്ചു കൂടിയവർ നമുക്കറിയാമല്ലോ, ലോകമെമ്പാടും എന്നുള്ള ഈ മാർപ്പാപ്പ പറഞ്ഞ 3 പാരമ്പര്യം പുലർത്തുന്ന സന്യാസ സമൂഹങ്ങളുടെ പ്രതിനിധികളാണ്. അവരെ ഒരു രാജ്യത്തു നിന്ന് മാത്രമല്ല വരുന്നത്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ചാപ്റ്ററിൽ വരുമ്പോൾ അവരുടെ കോൺഗ്രിഗേഷൻസ് ഉള്ള എല്ലാ സ്ഥലത്തു നിന്നാണ് അവർ ഒന്നിച്ച് കൂടുന്നത്. അതുവഴി ലോകം മുഴുവനും ഈ ഒരു ചൈതന്യം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പ തുടരുകയാണ്, നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ജനറൽ ചാപ്റ്ററിൽ വ്യാപൃതരാണ്. അവരുടെ സമൂഹത്തെ നവീകരിക്കാനുള്ള അടിയന്തര കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിനാണ് അവരൊന്നിച്ചു കൂടിയിരിക്കുന്നത്. മറ്റുള്ളവർ ജൂബിലിക്ക് എത്തിയവരാണ്, ജൂബിലിയിൽ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നവരാണ്. എന്തായാലും നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരിമാരുടെയും തിരുസഭയുടെ തന്നെയും ഭാവി നിർണയിക്കുന്ന
സുപ്രധാന തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണ് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഇവിടെ വന്നത് വഴി സുപ്രധാനമായ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ കാരണത്താൽ എഫേസോസിലെ ക്രൈസ്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ പൗലോസ് പ്രകടിപ്പിച്ച മനോഹരമായ പ്രത്യാശ നാം ഒന്നു ചേർന്ന് ആവർത്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അവരെ കൊണ്ട് ഒന്നിച്ച് മാർപ്പാപ്പയുടെ കൂടെ ചൊല്ലിക്കുകയായിരുന്നു. അത് നമുക്ക് കേൾക്കാം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് ശ്ലീഹായുടെ മനോഹരമായ ഒരു കാര്യമാണ്. എല്ലാ ക്രിസ്ത്യാനികളോടും പറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം കുറേ കൂടി ഊർജ്ജസ്വലമായി തീവ്രമായി ജീവിക്കുന്നവരാണ് സന്യസ്തർ. അതിൻ്റെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട ചിന്തയാണിത്. ഇതാണ് വേര്. അതാണ് ഒത്തിരി നന്മ ലോകത്തിനുണ്ടാക്കിയത്. സന്യസ്തരാണ്. സന്യസ്തരെ കൂടാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കാരണം ഇതാണ്. ഓരോ സന്യാസ സമൂഹവും അവരുടെ എനർജിയും ശക്തിയും മുഴുവനും ഉപയോഗിച്ചത് സഭയെ കെട്ടിപ്പടുക്കാൻ, പാപങ്ങളെ സഹായിക്കാൻ, ദൈവത്തിന് മഹത്വം കരയറ്റാൻ ആയിരുന്നുവല്ലോ. ഈ വചനം നമുക്ക് വായിക്കണം, കൂടെ കൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കണം. എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായമാണ്. 17-ഉം 19-ഉം വചനങ്ങളാണ്. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും വിശ്വസ്തതയ്ക്കും നന്ദി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസ്തരായിരിക്കുക, വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തുക, വിളിച്ച ആ വിളിയോട് വിശ്വസ്തത പുലർത്തുക. ഇത് ആണ് സന്യാസത്തിൽ ഉണ്ടാകേണ്ടത്. പ്രലോഭനങ്ങൾ ഏറെ ഉണ്ടാകും, നമ്മളെ ബലഹീനതകളുണ്ടാകും. അവിടെയെല്ലാം നമ്മെ ശക്തിപ്പെടുത്തുന്നവനിൽ തന്നെ ആശ്രയിച്ച്, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവാണ് നമ്മുടെ വസ്ത്രം, ക്രിസ്തുവാണ് നമ്മുടെ അപ്പം, ക്രിസ്തുവാണ് നമ്മുടെ ജലം എന്ന് അഗസ്റ്റിൻ പറഞ്ഞത് ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. മാർപ്പാപ്പ പറഞ്ഞു, പരിശുദ്ധ കന്യാമറിയം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. മാതാവാണ് ഒരു സമർപ്പണത്തിൻ്റെ ഉത്തമ മാതൃക. ജൂബിലിയുടെ ഒരു അവസാന കാലഘട്ടത്തിലാണ് ഈ സന്ദേശം പരിശുദ്ധ പിതാവ് സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞത്. ജൂബിലി സഭയിലെ വലിയ സംഭവമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രത്യാശ നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു ജൂബിലി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളിയാണ്. പല കോൺഗ്രിഗേഷനിലും അംഗങ്ങളാകാൻ നമ്മുടെ ചെറുപ്പക്കാരായ സ്ത്രീജനങ്ങൾ വരുന്നില്ല. കൃത്യമായി നാം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. നിരാശപ്പെടാതെ പ്രത്യാശയോടെ അവരിലും ക്രിസ്തുവിൻ്റെ ഈ ചൈതന്യവും ക്രിസ്തുവിന് വേണ്ടി ആത്മദാനവും ആത്മസമർപ്പണവുമാകാൻ പ്രേരണ നൽകുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് കൂടുതലായി ഈ കാലഘട്ടത്തിൽ സംജാതമാകേണ്ടത്. പാപ്പ പറഞ്ഞതുപോലെ നിങ്ങൾ ജൂബിലിയിലേക്ക് വന്നത് നിങ്ങളുടെ വിശ്വാസത്തെ, ക്രിസ്തുവിലുള്ള സമർപ്പണത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനാണല്ലോ, കൂടുതൽ വ്യക്തതയോടെയും ലക്ഷ്യത്തോടെയും പ്രവർത്തിക്കാനാണല്ലോ. അതും നമുക്ക് ഉണ്ടാകണം. ജൂബിലി ആഘോഷം കൊണ്ട് നേടാൻ ആഗ്രഹിച്ചത് അതാണ്. 3,35,00,000 ജനങ്ങൾ ഈ വലിയ വർഷത്തിൽ, അത് വലിയ ഒരു ജനക്കൂട്ടമാണ്. ഒരു കൊല്ലം കൊണ്ട് വന്ന് വത്തിക്കാനിൽ വന്ന് വാതിലുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. നമുക്കറിയാം, വാതിൽ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഞാനാകുന്നു വഴിയും സത്യവും
ജീവനുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാനാണ് വാതിൽ. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെയും മറ്റ് ബസിലിക്കയിലെയും പ്രധാനപ്പെട്ട ജൂബിലി കവാടം, അതിനുവേണ്ടി മാത്രമുള്ള കവാടമുണ്ട്. അത് ജൂബിലി ആഘോഷിക്കുന്നത് അത് തുറന്നുകൊണ്ടാണ്. പിത്തളയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാതിലാണ്, അത് തുറന്നുകൊണ്ട് പിന്നെ അത് കൊട്ടി അടയ്ക്കുകയാണ് ചെയ്യുന്നത് സമാപനത്തിൽ. അപ്പോൾ അത് വീണ്ടും അടുത്ത ജൂബിലിയിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ജൂബിലിക്കാലത്ത് മാത്രമേ ആ വാതിലിലൂടെ പ്രവേശനമുള്ളൂ. അവരിലൂടെ പ്രവേശിക്കുന്നവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, ദണ്ഡവിമോചനങ്ങൾ നൽകുന്ന കാര്യങ്ങളുണ്ട്. കാരണം ത്യാഗമെടുത്തും പ്രാർത്ഥിച്ചും ഉപവസിച്ചുമൊക്കെയാണല്ലോ ആളുകൾ അവിടെ കയറി വരുന്നത്. നമുക്കറിയാം, മനോഹരമായൊരു ദൃശ്യമാണ്. എല്ലാവർക്കും അവിടെ പോയി പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ രൂപതകളിൽ അതിനുള്ള ഒരു സംവിധാനം അടുത്ത കാലത്ത് ഒരുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദേവാലയം, ഒരു തീർത്ഥാടന ദേവാലയം, ഒരു ബസിലിക്ക തുറന്ന് അതിൽ പ്രാർത്ഥിക്കാൻ എല്ലാ സമയവും അനുവദിച്ചില്ലെങ്കിലും കുറേ സമയത്തേക്കെങ്കിലും അനുവദിക്കുന്ന സംവിധാനങ്ങൾ സഭയ്ക്കുണ്ട്. കാരണം അനുഗ്രഹങ്ങൾ, കൃപകൾ എല്ലാവർക്കും ലഭിക്കേണ്ടതാണല്ലോ. നമുക്കറിയാം, സാധാരണ ജൂബിലികൾ വിശുദ്ധ വർഷം നടക്കുന്നത് എല്ലാ 25 വർഷവുമാണ്. ഇപ്പോൾ 2000 ആണ്ടിൽ നമ്മൾ ആഘോഷിച്ചത് കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2000 മഹാജൂബിലി ആയിരുന്നു. ഇത് 2025 അങ്ങനെ 25 വർഷത്തിൽ ആഘോഷിക്കുന്ന ജൂബിലികൾ സാധാരണ ജൂബിലികളാണ്. പക്ഷെ അത് പങ്കെടുക്കാൻ പറ്റാത്തവർക്കും കൂടുതൽ സൗകര്യമുണ്ടാക്കാനാണ് അസാധാരണ ജൂബിലികൾ സഭയിൽ ഏർപ്പെടുത്താറുണ്ട്. കരുണയുടെ ജൂബിലി വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കാനും കരുണ അനുഭവിക്കാനും പശ്ചാത്തപിക്കാനും കിട്ടിയ അവസരമായിരുന്നു അത്. നമുക്കറിയാം, ഇനി 2033 ഒരസാധാരണ ജൂബിലി വരുന്നത്. ആ ജൂബിലി കർത്താവിൻ്റെ മരണത്തിൻ്റെ ജൂബിലിയാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും സംസ്കാരത്തെയും ഉത്ഥാനത്തെയും അനുസ്മരിക്കുന്ന സംഭവമാണത്. 2033 അതൊരു എക്സ്ട്രാ ഓർഡിനറി ജൂബിലി ആയിട്ട് ആഘോഷിക്കും. അപ്പം അതും ആ ഒരർത്ഥത്തിൽ കൂടുതൽ ആത്മീയമായൊരു ഉണർവിന് സഭയെ നയിക്കുകയാണ് സഭ ഈ ജൂബിലി ആഘോഷങ്ങളിലൂടെ ചെയ്യുന്നത്. ധാരാളം സിസ്റ്റേഴ്സ് വന്നതുകൊണ്ടാണ് മാർപ്പാപ്പയെ അവർ കണ്ടത്, പ്രതിനിധികൾ എന്ന നിലയിൽ കണ്ടത്. അവരോട് മാർപ്പാപ്പ ഈ പ്രസംഗം, അവരുടെ ചൈതന്യം, അവർ പോകേണ്ട വഴി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്, പ്രത്യാശയിലേക്ക് നീങ്ങാൻ അവരെ പ്രചോദിപ്പിച്ചത്. നമുക്ക് മാർപ്പാപ്പയുടെ ഈ സന്ദേശം പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ധ്യാന വിഷയമാക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും.